ചോദ്യപേപ്പർ ചോർച്ച വിവാദം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരുന്നത് ഇതാദ്യമായിട്ടല്ല എന്നാണ് പല അധ്യാപകരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈലം മോഡൽ എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി അല്ല എന്ന വെളിപ്പെടുത്തലാണ് പല കോണിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ ചോദ്യപേപ്പർ ചോർത്തലിന് പിന്നിലുള്ള രഹസ്യം? അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നോടൊപ്പം എന്നുള്ളത് സാമൂഹ്യ നിരീക്ഷകനും അധ്യാപകനുമായ വൈശാഖ് ജയസ് ആണ്. അപ്പോ സർ നമസ്കാരം. നമസ്കാരം. അപ്പോ ഈ ചോദ്യപേപ്പർ ചോർത്തൽ ഇപ്പൊ സൈലവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പണ്ട് മുതലേ നടന്നിരുന്ന ഒരു പ്രവണതയാണെന്നാണ് മിക്ക അധ്യാപകരും നമ്മളോട് പറയുന്നത്. പക്ഷെ പരസ്യമായിട്ട് അവർക്ക് പറയാൻ കഴിയില്ല. രഹസ്യമായെങ്കിലും അവർ പറയുന്നത് അങ്ങനെയാണ്. ഈ ചോദ്യപേപ്പർ പണ്ട് തൊട്ടേ ചോരുന്ന സ്വഭാവമുള്ള സാധനമാണോ? ഞാനിപ്പോ 2005 ആണ് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതും. അപ്പൊ അന്ന് എനിക്കിന്ന് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഗ്രേഡിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയ കാലം, ആദ്യത്തെ പരീക്ഷയായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുകയും ഇവിടെ പാളയത്തും ബേക്കർ ജംഗ്ഷനിലും കടകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും വിൽക്കാൻ വെച്ചിരുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തു. പരീക്ഷയ്ക്ക് മുമ്പോ ശേഷോ? പരീക്ഷയ്ക്ക് മുന്നേ, പരീക്ഷയുടെ തലേദിവസം ക്വസ്റ്റ്യൻ പേപ്പറോട് വിൽക്കാൻ വെച്ചിരുന്നു. പിന്നെയാണ് അപ്പൊ അതിന് മുന്നേ ചോർന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. എങ്കിലും ആ പരീക്ഷ തൊട്ടാണ് എന്ത് ചെയ്തത്, നിർത്തിവെച്ച് പിന്നെ രണ്ടാമത് നടത്തുന്ന സംഭവം. അപ്പൊ ഇത്തരം പ്രവണതകൾ മുന്നേ ആവർത്തിക്കപ്പെടുന്നുണ്ട്. വലിയ രഹസ്യ സ്വഭാവം ഉണ്ടെന്നാണ് നമ്മുടെ ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. എങ്കിലും വാസ്തവത്തിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു മുന്നും ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഈ ചോദ്യപേപ്പർ ചോർച്ച വിവാദമാവുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആപ്പുകൾ അതൊരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. അത്തരത്തിലൊരു മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വലിയ മത്സരം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് യഥാർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി ചിലവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് യാദൃശികമായി വന്നു എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു ടേബിളിൽ 8 9 അധ്യാപകർ തയ്യാറാക്കുന്ന ചോദ്യപേപ്പർ അത് പിന്നീട് മറ്റൊരാൾ അല്ലെങ്കിൽ മെയിൻ ഹെഡിലേക്ക് പോകുന്നു, അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഒരു ചോദ്യപേപ്പർ, അത് ഏതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ പോലും ഒരു സുതാര്യത ഇല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിപ്പോ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ സുതാര്യതയുടെ പ്രശ്നമല്ല. കാരണം നമ്മൾ ഇതിന്റെ മനസ്സിലാക്കണ്ട, ഇപ്പം ഈ കോച്ചിങ് എന്ന് പറയുന്നത് കോടികൾ കൊയ്യുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ നാട്ടില്. അതിപ്പോ എന്താണ്, എൻട്രൻസ് കോച്ചിങ്, PSC കോച്ചിങ്, സിവിൽ സർവീസ് കോച്ചിങ്, ട്യൂഷൻസ്, അങ്ങനെ പല തരത്തിലും വലിയ ഒരു ബിസിനസ് ആണ്. ഇപ്പൊ കോവിഡിന് ശേഷം ഈ എഡ്യൂക്കേഷനെ ടെക്നോളജിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ വലിയ തോതിലുള്ള മുതൽ മുടക്കും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു ബിസിനസ്സാണ്. പിന്നെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ വലിയ മത്സരമുണ്ട്. ഇപ്പൊ യൂട്യൂബ് വഴി ആർക്കും ഇതൊക്കെ ചെയ്യാവുന്നുള്ളതുകൊണ്ട്. അപ്പം ഇവർക്ക് വലിയ തോതിൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിങ് തന്നെ ഇവർക്കുണ്ട്. അപ്പം ഒരു ശരിക്കും നന്നായി നോക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഏരിയകൾ ഏതാണെന്നുള്ളതൊക്കെ കണ്ടെത്താനും ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ അവർ അവകാശപ്പെടുന്ന അങ്ങനെ, ഇപ്പൊ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ പറയുന്ന അങ്ങനെ ചോദ്യങ്ങൾ അവർ പ്രഡിക്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന്, കൃത്യം ചോദ്യമല്ലെങ്കിലും നിശ്ചിത ഏത് ഏരിയയിൽ നിന്നൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരുമെന്ന് മുൻകാല ചോദ്യപേപ്പറുകളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കും. അതിൽ കഴിയുന്ന ഒരു കാരണം നമ്മുടെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മുൻകാല ചോദ്യങ്ങൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഇത് സാധിക്കുന്നത്. എന്നാൽ മറുവശത്ത് എന്തുണ്ട്, ഈ ചോർത്തൽ പോലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടുതൽ പോലീസ് അന്വേഷണത്തിൽ നമുക്ക് വ്യക്തമായി സാധിക്കുള്ളൂ. വൈശാഖ് സാർ, ഇപ്പം ഈ ചോദ്യം അല്ലെങ്കിൽ മുൻകാലത്തെ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങൾ അതുപോലെ ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ചോദ്യപേപ്പർ ആക്കാനിരിക്കുന്നവർക്ക് തന്നെ അറിയില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് എന്ന് പറയുന്നില്ലേ? അപ്പൊ ഇതിൽ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ വരാൻ പോകുന്ന വർഷത്തിലും അത്തരത്തിലൊരു ചോദ്യം തന്നെ കൊടുക്കണമെന്നൊരു വാശി ആ അധ്യാപകർക്ക് ഉണ്ടെന്ന് കരുതേണ്ടി വരും. അതൊരു മനഃപൂർവ്വമുള്ളൊരു നീക്കമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ളത്? വാശിയുടെ പ്രശ്നമാവില്ല, ഇതിലൊരു അലസതയുടെയോ അല്ലെങ്കിൽ ജാഗ്രത കുറവിന്റെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കാം. കാരണം എന്താണ്, ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ വർഷത്തെയും ചോദ്യങ്ങളിൽ വൈവിധ്യം പുലർത്തുകയും അതിനൊപ്പം തന്നെ അതിന്റെ രഹസ്യാത്മക കാത്തുസൂക്ഷിക്കുകയും ചെയ്താൽ ഇതിന്റെ വിശ്വാസ്യത നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. സർക്കാരിന്റെ ഭാഗത്തുള്ള ഇതിന്റെ വിശ്വാസ്യത ഇല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഭാവിയിലും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നോക്കൂ, നമ്മളിപ്പോ പല അധ്യാപകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കാൻ അവിടെ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ ആ സമിതിയിലുള്ള അംഗങ്ങൾ വഴി ഒരു പക്ഷേ ഈ ചോദ്യങ്ങൾ ചോർത്താൻ സാധ്യതയില്ല. അവർ നേരിട്ട് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയി ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ല. ഇതിനൊരു ഇടനിലക്കാരുണ്ടായിരിക്കാം, അവരായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഏജൻസികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു നീക്കം തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാധ്യതയുണ്ടോ?
തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ മത്സര അധിഷ്ഠിതമായ ഒരു കമ്പോളത്തിലാണ് ഈ ആപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ധാർമ്മിക വിരുദ്ധമായ പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. വ്യക്തമായി പറയണമെങ്കിൽ അത് കൃത്യമായി സർക്കാരിന്റെ ഏജൻസികൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട കാര്യമാണ്. എന്നാലും മത്സരം മുറുകുന്ന ഘട്ടത്തിൽ ആളുകൾ പലപ്പോഴും തെറ്റായിട്ടുള്ള പ്രവണതകൾ ഏർപ്പെടുന്നതായിട്ടാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കാര്യമായി ഇവ തന്നെ ബാധിക്കില്ല. കാരണം ഇന്ന ആപ്പിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം, അതിന് ഞങ്ങൾ തെളിവ് കാണിക്കുന്നത് ഞങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കോമ്പറ്റീഷൻ ഒരു സൈഡിലേക്ക് മാത്രമായിക്കൊണ്ട് വിദ്യാർത്ഥികളെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കല്ലേ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ചെല്ലുന്നത്? നിശ്ചയമായിട്ടും വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിയിട്ട് ഈ കഴുത്തറപ്പൻ മത്സരങ്ങളുടെ ഒരു ഇരയായിട്ട് കുട്ടികൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കുട്ടികളുടെ മേൽ സ്വാഭാവികമായിട്ടും അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. ഇത്തരം ആളുകളെ നിയന്ത്രിക്കുക തന്നെ വേണം. ഇപ്പൊ നമ്മളിപ്പോ ഇലക്ഷന് മുമ്പായിട്ട് ഇലക്ഷൻ പ്രഡിക്ഷൻസ് നിരോധിച്ചതുപോലെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വേണമെങ്കിൽ ഇത്തരം പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് പബ്ലിക്കായി യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് വേണമെങ്കിൽ നിരോധിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞത്, ഇത് ഒരു കൃത്യമായി പോകുന്ന ആളുകളെ സംബന്ധിച്ച് വേണമെങ്കിൽ ഏതൊക്കെ മേഖല എന്നുള്ള ഏകദേശമൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇതിന്റെ വിശ്വാസ്യത കൂട്ടുകയും എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 10ാം ക്ലാസ്സിന്റെ മാത്രമാണ് ഇപ്പോൾ വിവാദം. സത്യത്തിൽ അങ്ങനെയാണോ? എൻട്രൻസ് എക്സാം മുതലുള്ളവയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തൽ നമ്മൾ ഇതുമായി നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ എല്ലാ പരീക്ഷകളിലും ഈ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്ന് വേണ്ടി നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ. അല്ല, പല ഘട്ടങ്ങളിലും ഇത് പിടിക്കപ്പെടുന്ന അവസരങ്ങളിലാണ് ഇതിൽ തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാകാൻ. ഇപ്പൊ PSC പരീക്ഷകളിൽ ഇതിനു മുമ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തിയ ഘട്ടങ്ങളിൽ അതിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ SSLCയുടെ ചോദ്യ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും നമ്മളൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലെ പഴുതുകൾ കണ്ടെത്തി ഇത്തരത്തിലുള്ള അനഭിലഷണീയമായിട്ടുള്ള പ്രവണതയിൽ ഏർപ്പെടാനുള്ള ശ്രമം ഉണ്ടാകുകയും അത് കണ്ടുപിടിക്കുന്ന ഘട്ടത്തിൽ തിരുത്തി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ജാഗ്രത അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണം. ഒപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും കൃത്യമായിട്ടുള്ള ഇടപെടലും ഉണ്ടാകണം. ഇപ്പൊ താങ്കൾ ഒരു അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ട് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ബന്ധപ്പെട്ട് താങ്കൾക്ക് ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യത്തിൽ താങ്കൾ ആരെങ്കിലും ഇങ്ങനെ സമീപിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോർത്തരണം എന്ന് പറഞ്ഞ അങ്ങനെ സമീപിച്ച സാധ്യത? ഗവൺമെന്റിന്റെ ഏജൻസികളിലൊന്നും ചോദ്യ പേപ്പറുകൾ, ഇപ്പോൾ ഡിഗ്രി പരീക്ഷകളിലൊക്കെ നമ്മളോട് ഇപ്പോൾ 4 വർഷ ബിരുദ പരീക്ഷകൾ നടന്ന സമയത്തൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കുന്നതുണ്ട്. അപ്പൊ അത്തരം കാര്യത്തിലും മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ പൊതുപരീക്ഷകളിലോ ഞാൻ വ്യക്തിപരമായി ചോദ്യം ഇടുന്നതിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ സമീപിച്ചിട്ടില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും പലരും ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ചോർച്ചാ സംബന്ധമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ചില ആളുകൾക്ക്. ഇപ്പൊ ഈ സാധാരണ കുട്ടികൾ അല്ലെങ്കിൽ സാധാരണ മാതാപിതാക്കളാണല്ലോ നമ്മുടെ ഇടത്തരം ഫാമിലിയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്ര രൂപ കൊടുത്ത ഒരു ആപ്പ് വാങ്ങിയാൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ എന്റെ മകന് വലിയ വിജയം നേടാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഈ ചോദ്യപേപ്പർ തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചോദ്യപേപ്പർ തന്നെ അതേപോലെ മാതൃകയുള്ള ചോദ്യങ്ങൾ തന്നെ കൊണ്ടുവരുന്നത് കാണിക്കുകയാണ് മാതാപിതാക്കളെ. ഇതോ നോക്കൂ, ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ ഇടനിലക്കാരായ ആളുകൾ ഈ തുകയൊന്നും മനസ്സിലോർക്കാതെ അവരിതിൽ പോയി ഈ വലയിൽ പോയി വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സത്യത്തിൽ ഇതിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു മേൽനോട്ടം വേണ്ട. ഈ ആപ്പുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് പറയുന്ന ഒരു വ്യവസായമായി കാണുന്ന അതേ സമയത്ത് തന്നെ ഇതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് സർക്കാരിന്റെ തലത്തിൽ ഒരു നോട്ടം ആവശ്യമായിട്ടുള്ള സമയമല്ല ഇപ്പോൾ. അത് അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? അതെ, ഒന്ന് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ആളുകളെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരിത്തരം അവരുടെ പരസ്യങ്ങളായിട്ടാണ് അവരുടെ ഞങ്ങൾ പഠിപ്പിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ വേണം. ഇപ്പൊ തന്നെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നൊരു നിഷ്കർഷയുണ്ട്. പക്ഷേ ഇപ്പൊ സാങ്കേതിക വിദ്യ വളർന്നോണ്ട് ആർക്കും ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അവരുടെ ക്ലാസ് എടുത്ത് ലോകം പഠിപ്പിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ പരീക്ഷ അടുക്കുന്ന സമയങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ഈ പ്രഡിക്ഷനുകൾ ഒഴിവാക്കുന്ന ഒരു സമീപനം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കുട്ടികൾ അവരുടെ പഠനത്തെ അല്ലാതെ തന്നെ അവർ പഠിക്കുന്നുണ്ട്, സ്കൂളിലും കോളേജിലും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ ഇത്തരത്തിലുള്ള പ്രഡിക്ഷനുകൾ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാണ്. ശരിക്കും നമ്മുടെ അധ്യാപക നിലവാരം വളരെ താഴെ ആയിട്ടാണോ ഈ കുട്ടികൾ മറ്റു ആപ്പുകളെ അല്ലെങ്കിൽ മറ്റു ഏജൻസികളൊക്കെ സമീപിക്കേണ്ടി വരുന്നത്? അങ്ങനെ തോന്നുന്നു. നിലവാരം താഴ്ന്നല്ലേ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മേഖലയിൽ വലിയ മത്സരമായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് ഒരു വലിയ എഫേർട്ട് ഉണ്ടാകുന്നുണ്ട്. അവർ വലിയ ഗവേഷണം നടത്തുന്നുണ്ട്. മികച്ച അധ്യാപകരെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ്
ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്ത ക്ലാസ് നമ്മുടെ അധ്യാപകർക്ക് നിലവാര തകർച്ചയുണ്ടോ? അധ്യാപകർക്ക് നിലവാര തകർച്ച ഉണ്ടാവുന്നില്ല. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് എന്താണ് അവർക്ക് തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വലിയ മത്സരം നിലനിൽക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾ അവരുടെ വിദ്യാഭ്യാസം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നു. ഒപ്പം ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവർ ആകർഷകരാകുകയും ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെ നിലവാരം താഴ്ന്നുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിനും തടയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ഇടപെടൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കൊണ്ടുവരാൻ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പരീക്ഷയ്ക്ക് മുന്നോടിയുള്ള ഇത്തരം പ്രവണതകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇടപെടലുകൾ വേണം. നിയന്ത്രണങ്ങൾ, ഗൈഡ് ലൈൻസും നിയന്ത്രണങ്ങളും കൊണ്ടുവരാവുന്നതാണ്. ഇപ്പൊ ഒരു അധ്യാപകൻ എന്തെങ്കിലും താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു 8-9 പേർ സമിതി ചേരുന്നു, അതിൽ അവർ കുറെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കും. ഇങ്ങനെ ഒരു മെത്തേഡാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മാണമായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് നല്ലതെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പൊ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും പരീക്ഷയിൽ ചോദിച്ചായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പർട്ടിക്കുലർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ തരാം. പക്ഷെ ചോദ്യത്തിന്റെ പ്രശ്നം ഇതല്ല, ഇതിന്റെ സുതാര്യതയാണ്. ഇതിന്റെ സുതാര്യത നമ്മൾ ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ എന്താണ്, ഇതിന്റെ വിശ്വാസ്യത സംരക്ഷിക്കണം. ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത നമ്മുടെ വളരെ കുറ്റമറ്റ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം നടക്കുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിന്റെ വിശ്വാസ്യതയും അതിന്റെ സുതാര്യതയും ഉറപ്പുവരുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഗവൺമെന്റ് നടത്തേണ്ടത്. അങ്ങനെ ഒരു ഇടപെടൽ സർക്കാർ നടത്തി ഇപ്പം ശ്രമങ്ങൾ തുടങ്ങുന്നു എന്ന് പറയുന്നു, സോഫ്റ്റ്വെയർ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഇടപെടലുകൾ ഒരുപാട് വൈകിപ്പോയോ, അത് ഇനിയെങ്കിലും ഇപ്പോഴെങ്കിലും നടത്തിയാൽ നമുക്ക് ഈ പറയുന്ന മത്സരങ്ങളിൽ നിന്ന് കുട്ടികളെങ്കിലും അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടുത്താം എന്ന് തോന്നുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഓരോ ഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഉടൻ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റം അത് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോവുകയും ചെയ്യാം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ അത് അതിന്റെ പൊളിക്കാനുള്ള അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തൽപര കക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പൊ അതിനെ വീണ്ടും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ജാഗ്രത ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം പഴയതുപോലെ തന്നെയാണ്, അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഈ സ്വകാര്യ ഇത്തരത്തിലുള്ള ആപ്പുകളെ ആശ്രയിക്കുന്നതിൽ എന്താണ് താങ്കൾ തോന്നുന്നത്? അങ്ങനെയുള്ള ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ അത്രയും നിലവാര തകർച്ച നമ്മൾ എത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് നിലവാര തകർച്ചയുടെ പ്രശ്നമല്ല. ഇതിപ്പോ പലപ്പോഴും ഇവരുടെ സൗജന്യമായിട്ടുള്ള ഇവരുടെ പരസ്യങ്ങൾ കണ്ട് ആകർഷകമായിട്ട് അവർ പോകുന്നത്. ഇപ്പൊ സാങ്കേതിക വിദ്യ വന്നതിന് ശേഷം ഇത് വില കൊടുത്ത് വാങ്ങുന്ന ട്യൂഷൻ ഫീ ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ ഓൺലൈൻ ആപ്പുകൾ വഴിയുള്ള ട്യൂഷൻ ഫീ വളരെ കുറവാണ്. നിങ്ങൾ മാസം 500-1000 രൂപ കൊടുത്താൽ പോലും +1 മുഴുവൻ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ കിട്ടും. ഈ പറഞ്ഞ പോലുള്ള വലിയ വലിയ കമ്പനികളുടെ വലിയ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്ലാസ്സുകൾ 1000 രൂപയ്ക്കൊക്കെ പോലും നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്നുണ്ട്. അല്ലാത്ത ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കാണെങ്കിൽ നമ്മൾ വലിയ തുക കൊടുക്കേണ്ടി വരും, സ്ഥാപനങ്ങളോ മറ്റോ ആശ്രയിക്കുകയാണെങ്കിൽ. അപ്പോ ഈ മത്സരമാണല്ലോ, ഇതിന്റെ ഒരു മത്സരത്തെ മുന്നിലെത്താനുള്ള ശ്രമത്തിൽ സാമ്പത്തികമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ അവരുടെ മക്കളെ പരിശീലിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും അതിനുവേണ്ടി വേണം. മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആർക്കും ഒരു കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഏതായാലും സമഗ്രമായ ഒരു മാറ്റത്തിലേക്ക് സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് എന്നത്തേക്ക് നടക്കും എന്ന കാര്യം അറിയില്ല. സോഫ്റ്റ്വെയർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ ചോദ്യപേപ്പർ ഒക്കെ ഇനി മാറ്റും, ഇതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കും എന്ന് പറയുമ്പോൾ ഇത് എത്ര പെട്ടെന്ന് നടക്കണമെന്നാണ് വൈശാഖേസിനെ പോലുള്ള അധ്യാപകരുടെ ആഗ്രഹം. കാരണം ഈ വിദ്യാർത്ഥികളുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ തുലാസിൽ വെച്ച് ആട്ടുന്നത് അത്ര നല്ലതല്ല എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതെ, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇതിന്റെ ന്യൂനതകൾ പരിഹരിച്ച് ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്തുകയും ഒപ്പം അതിന്റെ വിശ്വാസ്യത സംരക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനും ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് ഉറപ്പുവരുത്തുന്നതിനും സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിനകത്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി. താങ്ക് യു.